ഗൈസ് പാതിരാത്രി 3 മണിയായി. പാതിരാത്രി അവനെ നല്ല ഉറക്കമായിരുന്നേ. കുരുത്തക്കേട് ലൈറ്റ് ഇട്ട് കളിക്കുക. മനുഷ്യനിവിടെ ഉറങ്ങണ്ട. എന്തോര് ഒരുമാതിരി പരിപാടി എല്ലാ ലൈറ്റും അമ്പ ഒരുമാതിരി പരിപാടി കാണിക്കരുത്. അതല്ല, ഈ നല്ല ഉറക്കത്തില് ചില പിള്ളേർ ഉണർത്തി എന്തോ കരച്ചിലായിരിക്കുവേ. ഇത് ഒരു കരച്ചിൽ ചിരിച്ചോണ്ട് എണ്ണിക്കുന്നു, കളിച്ചോണ്ട്. അമ്പോ ലൈറ്റ് ഇടല്ലേ, അടി കിട്ടും അച്ഛൻ്റെ 3 മണിയായി, ഉറങ്ങണം ഇവിടെ. എന്നെ അതിന് ഭയങ്കര പേടിയാ. എന്തൊരു അവസ്ഥ നോക്കണേ. ഒന്ന് സ്നഗ്ഗി മാറിയതാ, അതായിരിക്കുന്നു കുത്തി. സ്നഗ്ഗി മാറിയതേ ഇവിടെ മൊത്തമായി വെള്ളമായി. ഞാൻ സ്നഗ്ഗിയുടെ പുറത്താ കിടക്കുന്ന. ഒരച്ഛൻ്റെ ഒരു അവസ്ഥ. അമ്പോ ലൈറ്റ് ഇട്ട് മനുഷ്യന് DJ ഇവിടെ രാത്രി. പക്ഷേ അവ ഉറങ്ങിയനെ. ഇപ്പൊ ലൈറ്റ് വിട്ട് അവന്റെ കണ്ണിന്റെ പുളിപ്പ് മാറി. ഇനി അവ എങ്ങനെ ഉറങ്ങും? ഇടയ്ക്കൊക്കെ കിട്ടുന്നുണ്ട് എവിടൊക്കെയാ. ഞാൻ ഇവിടെ കിടക്കുമ്പം എവിടെ അവളെ മണ്ടേ കൂടെ കമന്ന് എന്നെ വന്നിട്ട് ഇടിക്കും. ഞാൻ കളിക്കാം അവൻ്റെ കൂടെ. അന്ന് അവന്റെ കളിമൂട് അനുസരിച്ച് ഞാൻ ഇവിടെ കളിക്കണം. ഉറങ്ങാൻ സമയമില്ല. ഞാൻ ഈ റൂമിൽ നിന്ന് എണീറ്റ് പോയി സെറ്റിയുടെ പുറത്ത് കിടന്ന് നമുക്കറിയാം. സെറ്റിൽ പോയി കിടന്ന് കരയും. 12 മണി 11 മണി വരെ കളിക്കാം. 3 മണി എന്നൊക്കെ പറഞ്ഞ അവന്റെ ഉറക്കം പോയി. അവന്റെ ഉറക്കം തെളിഞ്ഞു. ഇപ്പൊ മനസ്സിലായേട്ടോ, മനസ്സിലായേട്ടോ അവനെ കുറ്റം പറയുമെന്ന്. അടി എന്നൊക്കെ പറഞ്ഞ അറഞ്ചും പുറഞ്ചും അടി, പൊറോട്ട അടി, സൗണ്ടിൽ ഉറക്കാണ് അടിച്ചു. രാത്രി വയറ്റിലാണ് ഇവിടെ പൊറോട്ട അടി. ആപ്പ് അവിടെ ഗുഡ് മോർണിംഗ്. അങ്ങനെ രാത്രിയിലത്തെ സർക്കസ് ഒക്കെ കഴിഞ്ഞ് രാവിലെ നമ്മൾ എങ്ങോട്ട് പോകുന്നു? രാവിലെ നമ്മൾ ടൂറ് പോവല്ല, പഴകഞ്ഞി കുടിക്കാൻ പോവാം. ഇറങ്ങാം. കറുപ്പ് അവനെ ഒരുപാട് അങ്ങനെ ഇല്ലല്ലോ, അപ്പോൾ ഒന്നല്ലേ ഉള്ളൂ. ഇന്നലെ തന്നെ ആ കുസൃതിയുടെ ഒരു ക്ഷീണം അവന്റെ മുഖത്ത് കാണുന്നില്ല. രാവിലെ കണ്ണാടി നോക്കി ചിരിച്ചോണ്ടിരിക്കുക. രാവിലെ ഈ കട്ടിലേന്ന് ആരെണീറ്റാലോ അറിയും. അതിന് എത്ര ഉറക്കത്തിലാണല്ലോ അറിയും. സത്യം. ഏട്ടന് ഫോൺ ഒന്ന് എഴുന്നേറ്റതേ ഉള്ളൂ, ഫോൺ വന്നാ ഓടുന്നില്ല. ഞാൻ എണീക്കും. അപ്പൊ ഗൈസ് ഇറങ്ങാം. കുറെ നാളെ പഴങ്ങഞ്ഞി കുടിക്കണം, ഭയങ്കര ഒരു കൊതി, ആഗ്രഹം. അയ്യോ ദൈവമേ, കുരുപ്പേ. ഒന്നുമല്ല, നമുക്ക് പഴങ്ങി കുടിക്കാം ഗൈസ്. കിട്ടിയാ മതിയായിരുന്നു. 11 മണിയായിപ്പോ പോവാം. മൊത്തം കുടിക്കും, ഏട്ടാ ഇച്ചിരി കുടിക്കും. പതിയെ വ്ലോഗ് എടുക്കാം. വ്ലോഗ് എടുക്കുന്ന വരും കേട്ടോ. അങ്ങനെ പതിയൊന്നും വ്ലോഗ് എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ സ്പീഡ് വ്ലോഗ് എടുക്കണം. അവൻ വരുന്നെങ്കിൽ വരട്ടെ. മൃദുലേക്ക് കുറച്ചേരുന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടത്തിന്റെ അല്ല, എനിക്ക് അറിയാം. എത്രയായാലും കുഞ്ഞിനെ ഫ്രണ്ട് വെക്കുന്ന റിസ്ക് ആണെന്നറിയാം. ഫ്രണ്ട് പക്ഷെ ഞാൻ ഫ്രണ്ടിലേ ഇരിക്കൂ. നീ ഈ വണ്ടിയുടെ ബാക്കി ഇരുന്നിട്ടില്ല. ഇല്ല, ഈ വണ്ടിയുടെ ചേഞ്ച് ബാക്കി ഇരുന്നെങ്കിലും നോക്കട്ടെ. ഇരിക്കാം, പക്ഷെ എനിക്ക് ഏട്ടന്റെ ഒപ്പത്തിനൊപ്പം ഇരിക്കാനാണ് ഇഷ്ടം. ഇന്നലെ അമ്മ കപ്പയ്ക്ക് വാങ്ങിച്ചിട്ട് പറയാ, പണ്ടൊന്നും അയ്യത്താർക്കും വേണ്ടാതെ കിടക്കുമായിരുന്നു കപ്പയ്ക്ക്. അതേയാണ് കപ്പയ്ക്ക് ഭയങ്കര വില. ഇപ്പം കപ്പയ്ക്ക് അതൊക്കെ തന്നെ. പഴങ്കഞ്ഞിയൊക്കെ പണ്ട് ആരും കടയിൽ പോയി കഴിക്കുമായിരുന്നു. വീട്ടിലുണ്ടാക്കിയ വേണ്ട. സ്വിഗ്ഗിയിൽ വരെ ഉണ്ട് പഴങ്കഞ്ഞി. നിനക്ക് അറിയോ? സ്വിഗ്ഗിയിലുണ്ട് പഴങ്കഞ്ഞി. ഏതോ ഒരു കടയിൽ സ്വിഗ്ഗിയിൽ സ്വിഗ്ഗി പഴങ്കഞ്ഞി. പക്ഷെ ചില ആൾക്കാർ പഴങ്കഞ്ഞി കഴിച്ചോന്ന് പറയുമ്പോ ഇത് ചെയ്ത റൈസ് ആണല്ലോ. ഇത് പഴകി ഓൾഡ് റൈസ് ആണല്ലോ. ഓൾഡ് റൈസില്
ഷുഗർ കണ്ടന്റ് കൂടുതലായിരിക്കും പറയുന്നത്. അല്ല വേറെ റിസ്ക് ഫാക്ടർ ഒന്നുമില്ല. പിന്നെ ഫെർമെന്റഡ് ആണ്. ഫെർമെന്റഡ് നമ്മളെ ശരീരത്തിന് ആവശ്യമാണ് ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ. ഷുഗർ സ്പൈക്ക് ഉണ്ടാവും ഇങ്ങനെ പറയുന്നത്. പക്ഷെ അങ്ങനെ വല്ലപ്പോഴും പഴങ്കഞ്ഞി കുടിച്ചാ പഴങ്കഞ്ഞി കുടിച്ച എനർജി കിട്ടും. പഴങ്കഞ്ഞി മൂക്കറ്റം കുടിച്ചിട്ട് പട്ടിലി ഇപ്പൊ കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ ആ എനർജി കിട്ടില്ല. പണ്ടത്തെ ആൾക്കാർ പഴങ്കഞ്ഞിയും കുടിച്ച് എല്ല് മുറിയെ പണിയെടുക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്ന് നമ്മള് 3 പേര് പഴങ്കഞ്ഞി കുടിക്കുന്നു. കുടിച്ചിട്ട് നമ്മളെ അയ്യം മൊത്തം ചെത്തുന്നു. എവിടെ ഇരിക്കുന്ന അയ്യം? ആരുടെ അയ്യം പറ? നമ്മക്കുള്ള അയ്യം. അത് 2 മിനിറ്റ് പണിയാണ്. വേണ വീട് തൂത്ത് തുടക്കാം കേട്ടോ. തിരുവനന്തപുരത്ത് അയ്യം വാങ്ങാൻ ഞാൻ അമ്പാടി അല്ലടി. എത്ര തെണ്ണോണെങ്കിൽ ഈ വയല് ചെത്തി വരിക്കും. ഇവിടെ ഇഷ്ടംപോലെ ഇപ്പൊ ഇങ്ങനെ പറയുന്ന അമ്പൂട്ടനെ പിടി ഒന്ന് എടുക്കുമ്പോഴേ ഈ വരി വരുമ്പോ നിന്ന് മനസ്സിലായി കൊതു കടിച്ചേട്ടാ. ഭയങ്കര പുള്ളിങ്ങ പഴകഞ്ഞി. നമ്മള് പണ്ട് ഓർമ്മയായിട്ട് കുടിക്കാൻ പോകുമ്പോ ഞാൻ കുടിക്കൂല. ഇവിടെ മൊത്തം അന്ന് എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ ഗർഭിണിയായിരുന്നേ. അന്ന് പഴങ്കഞ്ഞി കുടിച്ചിട്ട് ആ സമയത്ത് ആർത്തിയായിരുന്നു. ആർത്തി രാത്രി ആർത്തിയായിരുന്നു. വിശപ്പോട് വിശപ്പ്. ഇത് എന്താ പറയാൻ വന്നു. അന്ന് കുഞ്ഞാണെങ്കിൽ ഓർമ്മയുണ്ടോ പഴങ്കഞ്ഞി കുടിച്ചിട്ട്? കഴുത്തറ്റം പഴങ്കഞ്ഞി കുടിച്ച് കഴുത്തറ്റം കുടിച്ചു കഴിഞ്ഞ പിന്നെ ഇങ്ങനെ കുഞ്ഞനങ്ങുന്ന അവനങ്ങാൻ സ്ഥലമില്ലായിരുന്നു. പുളിച്ച തൈരി കിടക്കൂല്ലേ പിന്നെ എങ്ങനെ ഓർമ്മയുണ്ടാകുമ്പോ പിന്നും പഴങ്കഞ്ഞി തരാന്ന് ചോദിച്ചു. ഉണ്ടോന്നില്ല നോക്കി അമ്പൂട്ടച്ച് വലുതാകുമ്പോഴേലും ശരിയായാൽ മതിയായിരുന്നു. ഒരു ബസ് സ്റ്റാൻഡ് കിടപ്പ് നോക്കണേ അവസ്ഥ അല്ലേ? ഒരു ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന കിടപ്പേ പണിയുന്നുണ്ട്. ഒരു പണിയുമാണോ? പണിയുന്നുണ്ട്. ശരിയാ. 2 പേര് 3 പേര് ഇത് ഇടുവാൻ തോന്നേട്ടോ അവിടെ വലിയ വലിയ കട്ട. അറിയാൻ വയ്യ. ഹിന്ദിക്കാരൊക്കെ ട്രെയിനെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാം ഫുൾ ഹിന്ദിക്കാരാണ് കേട്ടോ. ഏട്ടന്റെ കേരളമില്ലേ? ഏട്ടൻ പോയി സഹായിക്കും. ഫ്രീ ആയിട്ട് പോയി പണിതിട്ട് വരാം. ഈ സ്വിറ്റ്സർലൻഡിൽ ഉണ്ടായതാ എന്റെ കേരളം. രാവിലെ എനിക്കിട്ട് നോക്ക് അവിടെ നിന്ന് പണിയുന്നുണ്ട. അതാണ് അവര് മാൻ പവർ കുറവാണ്. 3 പേരൊക്കെ ഉള്ളു. അതുകൊണ്ടാണ് പണി സ്ലോ ആയി വന്നത്. ഇവിടെ 2 പേര് അങ്ങറ്റ 3 പേര് അടിച്ച് നിരത്തി നിർത്തണം. ആറ്റിയ പൊങ്കാല പോലെ ഒരു 10-100 പേര്. ഒരു മാസം കൊണ്ട് ഹൈവേ റെഡി ആയില്ലേ? പിന്നെ വിചാരിച്ചാലെല്ലാം പെട്ടെന്ന് റെഡിയാക്കാം. പക്ഷെ ഇല്ല പെട്ടെന്ന് റെഡിയാക്കെന്ന് പറഞ്ഞ് മറ്റേ ഫെവിക്ക് കുറിച്ച് ഒട്ടിച്ച് വെക്കുക കേട്ടോ. ഇടിഞ്ഞു പൊളിഞ്ഞ് നമുക്ക് ഈ റോഡിൽ കൂടെ പോയാൽ മതി. ശരിയാ. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴണ്ട. ഇങ്ങനെ റോഡ് കിടന്നാലും കുഴപ്പമില്ല. നേരെ പണിഞ്ഞാൽ മതി. ആ ചുമ്മാടെ ഇരിക്കുന്ന ഒരു ബാലൻസ് ഉണ്ടാടി. നിന്നെ കൊണ്ട് പറ്റുമോ ആ തലയിൽ അതിരിക്കുന്ന? അയ്യട മോനെ പോച്ച ചുമന്നിട്ടുള്ളയാ. അങ്ങനെ നമ്മൾ പഴങ്ങഞ്ഞി കടയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മൃദുല മുടിയൊക്കെ കെട്ടി വെക്കുന്നു. മുടി ഇങ്ങനെ കെട്ടിയാലേ പഴങ്ങഞ്ഞി കുടി. ഇതിന് എന്തെങ്കിലും കബഡിയൊക്കെ കളിക്കി ഇറങ്ങുന്നതാണ്. ഇതൊരു മത്സരമല്ല. ഏട്ടന്റെ ചെറുത് ഇതേ ഉള്ളൂ. ഏട്ടൻ തിന്നൂല. കുറച്ച് ഇതിന്റെ മതി എന്ന് പറയും. നമ്മളെ കുറച്ചേ കഴിക്കും പേരിനൊക്കെ. ആ വാഴയിലേക്ക് കൊണ്ട് കേട്ടോ. ഇവിടെ ലോക്ക് ചെയ്തോ? ഹായ് കേട്ടോ. ഇതിനകത്ത് ഒരു സാധനം വാങ്ങണം. ഇതെപ്പോഴും ഇങ്ങനെ തണുത്തിരിക്കും. ഇതിനെന്തോ ഒരു പേര് പറയല്ലേ? കൂജ. പക്ഷെ അത് ഇച്ചിരി വലുതല്ലേ? ഇത് കൊള്ളാല്ലേ? വിറകടുപ്പിലാണ് സുഹൃത്തുക്കളെ നമ്മളെ പഴങ്കഞ്ഞി റെഡിയാവുന്നത്. മീൻ വറുത്തത് ചേച്ചിട്ട്, ചോറ്, കപ്പ, തൈര്, നെത്തോലി ഉണ്ട്, ചമ്മന്തി ഉണ്ട്, മാങ്ങാച്ചാറുണ്ട്, തൈരുണ്ട്. മീൻചാറ് ഒഴിച്ച് മുതലേക്ക് അയലക്കറി പറഞ്ഞു. അയല ഫ്രൈ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ചമ്മന്തി. മീൻകറി കുറച്ചും കൂടി വാങ്ങണം. മീൻകറി നല്ല എരിയുണ്ട് കേട്ടോ. അതെനിക്ക് ഒരു കുറച്ച് കഴിച്ച്. ഉപ്പുണ്ടോ? എങ്ങനുണ്ട്? ഞാൻ കുടിക്കാം. അയലയൊക്കെ വരട്ടെ. അപ്പഴത്തേക്ക് അമ്മ കുടിച്ചിട്ട് ഇവരെ എടുക്കണം. അതുപോലെ ഈ ചീനി നല്ല വേവിക്കില്ല. ചീനിയിൽ കൊത്തു പോലെ കിടക്കുക. ഇത് കറക്റ്റ് ക്വാണ്ടിറ്റി ആണേ. ചിലടത്ത് ഭയങ്കര ക്വാണ്ടിറ്റി ആണ്. കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി അത്. ഒരു മീനിന്റെ കഷ്ണം ഇലയിലൊക്കെ
ഓക്കെ നല്ല സ്പൈസി നമ്മുടെ ഷാപ്പിലൊക്കെ പോലെ എന്തോ ഇതിൽ തിളക്കുമ്പോ ഒരു സുഖമല്ലേ ആ തണുപ്പ് തൈരിന്റെ ഒക്കെ പായല് വെള്ളം വരുന്നത് അതിനോട് പക്ഷെ എനിക്ക് നമ്മുടെ ഓൾഡ് പഴങ്കഞ്ഞി കുടിച്ചോണ്ടാണെന്ന് അറിയത്തില്ല. അവിടുത്തെ ചമ്മന്തിയൊക്കെ വേറൊരു ടേസ്റ്റാണ്. ഇത്ര കൊള്ളാം. എന്നാൽ നമ്മൾ പഴയ അടുത്ത് കുടിച്ചതിന്റെ അത്ര ഒരു ദിവസം അവിടെ പോയി കുടിക്കണം. അവിടുത്തെ ഒരു വേറെ ഫീലാ. കൊള്ളാം. ഇത് നല്ല കേട്ടോ, ഇത് നല്ല ഫ്രൈ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് അത്ര പോരാ അയില. അമ്പൂട്ടനും അമ്മ നേരെ കാറിപ്പോയി. അമ്പൂട്ടൻ ഭയങ്കര കരച്ചില്. അവന് ഇത് ഫുഡ് വേണം, പക്ഷെ ശരിയായത് കഴിക്കാനും പറ്റില്ല ഉള്ള ആവേശമുള്ളൂ. ഞാൻ കഴിച്ചില്ല, എനിക്ക് ഇച്ചിരി അവള് കൊണ്ടാ കുടിച്ചു. അവസാനം ഇങ്ങനെ കുടിക്കണം. അത്യാവശ്യമായിട്ട് പഴങ്കഞ്ഞിയും കുടിച്ചിട്ട് അർജന്റായിട്ട് വീട്ടിൽ വന്നിട്ട് ആവശ്യം ഉണ്ടായിരുന്നു. കാരണം അമ്പൂട്ടന്റെ ബർത്ത്ഡേക്കുള്ള ഇവന്റുകാരുടെ ഒരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അല്ലെ, ഡിസ്കഷൻ. അന്ന് പൊളിക്കും, പല പല പ്ലാനിങ്സ് ഒക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞില്ല, ഭയങ്കര വലിയ രീതിയിലുള്ള ഒരു പ്രോഗ്രാം ഒന്നും ആയിരിക്കില്ല, വളരെ ചെറിയായിരിക്കും. പക്ഷെ നമ്മൾ ആ ഇവന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഇവന്റെ ഒരു ഫോട്ടോ എടുക്കുക, അത് എന്നും ഒരു മെമ്മറി അല്ലേ. അപ്പോൾ ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ നമ്മൾ അടിപൊളിയാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം കുറേ കാര്യങ്ങളൊക്കെ മൃദുല പ്ലാനിങ് ചെയ്ത് അവരുടെ അടുത്ത് പറഞ്ഞു, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തു. എല്ലാവരും നീ സഹകരിക്കാം, അന്ന് കടഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ചാണ്ടി കടി കിട്ടും, നോക്കിയോ. അല്ലെങ്കിൽ പിള്ളേർ വിശേഷ ദിവസം വരുമ്പോൾ കാര്യം എഴുതിയിട്ടുണ്ട് കേട്ടോ. 2ാം മാസത്തെ ഒരു കസ്റ്റം ചെയ്ത് അയച്ചു കൊടുക്കുക. പൊട്ടിച്ചിട്ട് പൊട്ടിക്കണ്ട്, ഇതിങ്ങനെ മെമ്മറി ആയിട്ടിരിക്കും. ഇപ്പൊ നടക്കുന്നുണ്ടോ ഗൈസ്? അങ്ങറ്റ സോഫ പിടിച്ച് ഇങ്ങനെ അമ്പച്ചത് പഴം തിന്ന്. കൈതാ, അച്ഛന്റെ കൈതാ താടാ, 1 വയസ്സുകാരാ. എത്ര പെട്ടെന്നല്ലേ നമ്മൾ കുറെ ആയിട്ട് കേറി ഇറങ്ങും. അമ്പൂട്ടൻ ഡ്രസ്സ്, ബർത്ത്ഡേക്കുള്ള കുറച്ച് ക്രൗണ്, എങ്ങും കുഞ്ഞുങ്ങളെ സാധനം എങ്ങും കിട്ടാനില്ല ഗൈസ്. നമ്മളിത് കസ്റ്റം ചെയ്തെടുത്താലേ പറ്റത്തുള്ളൂ കേട്ടോ. കുറെ ഐറ്റംസ് നമുക്ക് വാങ്ങാറുണ്ട്. നമ്മൾ എത്ര കട കയറി ഇറങ്ങും. നമ്മളിപ്പോ രാമചന്ദ്രനിൽ വന്നിരിക്കുക. ഇവിടെയും കൂടി നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവന്റ് ടീമിന്റെ തലയിൽ അതും കൂടി ഏൽപ്പിക്കേണ്ടി വരും. എല്ലാം അവര് മാനേജ് ചെയ്യേണ്ടി വരും. സത്യം. ചൂയിങ്കം ചവിക്കുന്ന ജോലയും വരാനാണോ? നമ്മക്ക് ജോലിയൊന്നും എന്റെ വഴിയില്ല. ഏതോ ചെറിയ പാട്ട് കൊടുക്കണം. ഇഷ്ടപ്പെടില്ല? പണ്ട് എന്റെ പാട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. എപ്പോഴും ഇവിടെ 540 രൂപ ഉള്ളു സാരിക്ക്. 11 മാസം അമ്പൂട്ടനെ ഈ സാരി വെട്ടിത്തച്ചൊരു കഥകളി രൂപത്തിൽ ഒരുക്കിയാലോ. ഞാൻ പറഞ്ഞില്ല, കഥകളി രൂപത്തില് പ്രൊമോഷൻ ആയിട്ട് പറയുവല്ല, ആക്ച്വലി ഇവിടെ ഭയങ്കര വിലക്കുറവുണ്ട് കേട്ടോ. പക്ഷെ ക്വാളിറ്റി വൈസ് എങ്ങനെയാണെന്നൊന്നും എനിക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ വിലക്കുറവുണ്ട്, കുഞ്ഞുങ്ങൾ എല്ലാ സാധനങ്ങൾക്കും വളരെ വിലക്കുറവുണ്ട് ഇവിടെ. കുഞ്ഞിന് ഷോപ്പിംഗ് എന്ന വ്യാജേനെ ഇവിടെ ഷോപ്പ് ചെയ്ത് നോക്കിയപ്പോ ഇവിടെ കുറച്ച് വിലക്കുറവാണ്. അപ്പൊ ഞാൻ 2 ഷർട്ട് എടുക്കണം. ഇവിടെ എന്തോ കോക്കറി കാണിക്കുമെന്നറിയാം. അത് എനിക്ക് ഇല്ലാത്ത കളർ എടുക്കാന്ന് വിചാരിച്ചു. അതാ ബ്ലാക്ക്. അപ്പൊ പിന്നെ ഒരു 5-6 വാങ്ങിക്കണം. അവള് പറയുന്നുണ്ട് ഈ കളർ ഒന്ന് ഇട്ട് കാണുന്നു. ഇതൊക്കെ എന്തോ ഒരു ചാത്തം. സ്നേഹം കൊണ്ടാ അത് ഇടുമ്പോ അടിപൊളിയായി ഓമാഞ്ചെറിയിട്ട് അമ്പൂട്ടൻ ഇഷ്ടപ്പെടും. പുതിയ സെയിൽസ്മാൻ, ഇതിൽ ഏത് ഷർട്ട് വേണം എടുത്തരും. അവിടെ ഇരിക്കും, ആരും കാണത്തുമില്ല. അവിടെ ഇരിക്കും. തുണിയിൽ പൊതിയവനെ. ട്രയൽ റൂം തന്നേക്കുന്ന കഥ അടച്ചിട്ട് ഡ്രസ്സ് മാറാനല്ല, തുറന്നിട്ടിട്ട് ഡ്രസ്സ് മാറാനല്ല. ഫാന്റാസ്റ്റിക്. സ്റ്റൂള് പൊട്ടിയിരിക്കുക, നല്ല മെറ്റീരിയൽ, നല്ല സുഖം, നല്ല ചേരുന്നുണ്ട്. ഇത് ഒരു 600 രൂപയൊക്കെ ഉള്ളൂ റേറ്റ്. എനിക്ക് അങ്ങനത്തെ ഷർട്ടൊക്കെ ഉപയോഗിക്കാനാണ് സത്യം പറഞ്ഞ ഇഷ്ടം. എനിക്ക് ആകെപ്പാടെ ഞാൻ കാശ് കൊടുത്ത് ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ട് ബ്രാൻഡഡ് ഉപയോഗിക്കുന്ന ഷൂസാണ്. ഷൂസ് മാത്രമേ ഉള്ളൂ. ഷൂസ് ഞാൻ ഉപയോഗിക്കും. ഷൂസ് ഉപയോഗിക്കും, എന്നിട്ട് ഇതുപോലത്തെ ചാത്ത സാധനം ഇട്ടുകൊണ്ട് നടക്കും. അത് പുതിയത് അഴുക്ക് പറ്റൂ വീട്ടിൽ. ശരി, എന്നാ പിന്നെ അടുത്ത ട്രൈ ചെയ്തിട്ട്. കറുപ്പുണ്ട്, വാങ്ങിക്കുന്നേ. ഓക്കെ, ഏട്ടന്റെ ഇഷ്ടം, കൊള്ളാം. പരിപാടി എടുത്ത് കാണിക്കരുത്. അമ്മ കൊള്ളത്തില്ലേ അമ്മ? നല്ല ചേരുന്നില്ലേ അമ്മ? ഇഷ്ടപ്പെട്ടു, നല്ല തുണി, ഇടാൻ സുഖല്ലേ? ഇതൊക്കെ എന്റെ സെലക്ഷൻ. അതെന്താ പറയാത്ത? ഈ പന്നിലെടുത്താൽ മാത്രം നല്ല എടുത്തു തരും കേട്ടോ.
ഇത് എത്ര സൈസ് ഇച്ചിരി വലുതായിട്ട് തോന്നുന്നു. വലുതാണോ? കറക്റ്റ് അല്ലേ? എനിക്ക് കറക്റ്റ് ആയിട്ട് തോന്നുന്നു. ഇത് ലാർജ് ആണോ? മീഡിയം മീഡിയം മീഡിയം. അപ്പൊ ഇത് ഓക്കെയാണ്. ഈ കറുപ്പിന്റെ കൂടെ ഇറക്കാത്ത വെള്ളയുടെ സൂപ്പറായി. വെള്ളയുടെ കൂടെ സൂപ്പർ ആയിരിക്കും. കൊള്ളാം ചോദിച്ചാ കൊള്ളാം. എന്തൊരു നിന്റെ മുകളിൽ കളിച്ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ടു. പിന്നെന്തിട്ടി നിങ്ങൾ കൊള്ളാം. ചെറിയ മീഡിയം ആണോ? ഇത് മീഡിയം. ലാർജ് എടുത്താൽ അമ്മയ്ക്ക് നമുക്ക് പിന്നീട് പോയി നോക്കണം. അമ്പൂട്ടനെ നമ്മ കൂടി നോക്കണം. ഇത് നേരത്തെ എടുത്ത് അമ്മയ്ക്ക് ഇത് തയ്ക്കണം. ഇനി തയ്ക്കണം. കാരണം ഇതിന്റെ ഇതേ സെയിം പാറ്റേൺ നമുക്ക് കിട്ടിയില്ലേ? സെയിം ഇതേ നമ്മളെ പാറ്റേൺ ഫുള്ള് ഗോൾഡ് ആൻഡ് വൈറ്റ്. വേറെ ഒന്നും റെഡിമെയ്ഡ് ഉള്ളതൊന്നും ഇതുപോലെ ഇല്ല. അമ്പൂട്ടന് ഒരു ക്രൗൺ വാങ്ങാൻ പോയി എന്തെല്ലാം സാധനമാക്കി. ക്രൗൺ സ്പൈഡർമാന്റെ ഡ്രസ് കിട്ടി. അവന് ഷൂട്ട് നടത്താൻ വേണ്ടി എന്റെ അമ്പൂട്ടിന്റെ കയ്യിലൊന്നുമില്ല. ഇത് എന്തുവാ രണ്ടെണ്ണവും കൊണ്ടുവരുന്നേ? വീട്ടിലേക്ക് പാത്രം കേറിയപ്പോഴേ ഓരോ സാധനങ്ങള് ഓരോരുത്തർക്കും ഇല്ല ഓർമ്മ വന്ന് എല്ലാം വാങ്ങി. പിന്നെ എനിക്ക് ഡ്രസ്, പാത്രം, അത് ഇത്. നമ്മള് വീട്ടിൽ വന്നു കേട്ടോ. കഴിക്കാൻ നല്ല അടിപൊളി മീൻകറി, സെറ്റപ്പ് മീൻകറി ഉണ്ട്. നല്ല തീക്ക് ഗ്രേവി ആയിട്ട്. ഈ ചോറാണോ? എനിക്ക് ഇന്നൊരു പൊടി പൊടി ഉണ്ടാക്കൊരു രസമുണ്ടോ? ഇവക്ക് ഭയങ്കര പരാതി. എവിടെ ഭയങ്കരമായിട്ട് മേല് നോക്കും കേട്ടോ. ഈ കളിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് മേല് നോക്കും. സത്യമായിട്ട് അതൊരു എല്ലാ ഭർത്താക്കന്മാരും എത്ര നേരിടും. ചുമ്മാ ഒക്കെ നിൽക്കുമ്പോഴേ കൈസ് ആണ് ഇങ്ങനൊക്കെ ഒന്ന് നുള്ളും, ഇവിടെ ഒക്കെ പിച്ചും, കടിക്കും. ഇത് സ്നേഹം വരുമ്പോഴാണെങ്കിലും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പാർട്ട്ണറിന് ഒരു ഉപദ്രവമാ. മേലിനെ ആവർത്തിക്കരുത് ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. അല്ലേ? അത് ശരിയാണോ? ഇവിടെ വന്ന ഉടനെ കാർട്ടൂൺ പാട്ടൊക്കെ ഇട്ടോ. ടിങ്കിൾ ടിങ്കിൾ കുട്ടി സ്റ്റാർ. ഇത് എന്തുവാടി? ഇത് അമീബയോ അതോ മുട്ട? ഞാൻ ഒരു മുട്ട പൊരിച്ചതാ. അവള് സവാള വെച്ച് കൂടി പോയി. അതുകൊണ്ടാ എണ്ണ ഒഴിക്കാനും പാടില്ല, സവാള കൂടുതൽ വേണം. പിന്നെ ഇത്രയും വലിയത് എങ്ങനെ ഇളകും? ഞാൻ കുറച്ചായിട്ട് ഇളകി. ഇതിപ്പോ ഓരോരുത്തർക്കായിട്ട് ഓരോന്ന് എടുക്കാം. കണ്ണനായില്ലാമ്പോ ഡുണ്ടനെ എടുക്കുകയാണോ? ഡുണ്ടനെ കെട്ടി പിടിച്ച നമ്മളെ മുളക് പൊടി നല്ല മുളക് പൊടി കേട്ടോ. കളറാണ് പിരികൻ. ഫോണിൽ കൂടെ കാണാൻ എന്തോ കളറ്. ഒരു മുട്ട പുറത്ത് നമ്മൾ എടുത്തു. നാലായി. ഹേയ് 11 മാസക്കാരാ, 1 വയസ്സുകാരനാവാറായി. മുട്ടി കഴിഞ്ഞപ്പോ മുട്ടിലെ തൊലിയൊന്നുമില്ല. ഇനി എന്തോ കാണിക്കുന്നു? 10 ദിവസം കൂടെ ഉള്ളു. 10 ദിവസം കൂടെ ഉള്ളു. ഞാൻ അപ്പോഴത്തേക്കും പോയി ഒരു ചെറിയ കേക്ക് സ്പൈഡർമാൻ, നമ്മുടെ സ്പൈഡർമാൻ തീമിലാട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ആ ഒരു തീമിൽ വരുന്ന ഒരു ചുമ്മാ ഒരു കേക്ക് ഗൈസ്. അപ്പൊ ഞാൻ ദേ സ്പൈഡർമാൻ ആയിട്ടുണ്ട്. ഇനി കയ്യെ കൂടി ശരിയായില്ല. ഇനി നമുക്ക് അമ്പൂട്ടൻ സ്പൈഡർമാനെ കാണാം. ഓക്കെ, വേർ ഈസ് അമ്പൂട്ടൻ സ്പൈഡർമാൻ? സ്പൈഡർമാൻ ഈ സ്പൈഡർമാൻ ആണ് നല്ല രസം. നല്ല കളർഫുൾ സ്പൈഡർമാൻ. ഇത് മങ്ങിയ സ്പൈഡർമാൻ. ഇത് വെയിലത്ത് നിന്ന് ടാൻ അടിച്ചത്. ഇത് ഫ്രഷ്. അടിപൊളി. അവനെ അത് ഭയങ്കര ഈർച്ചയിടുക ആ മുഖത്തിരിക്കുന്നത്. ഫോട്ടോ എടുക്കാം. സ്പൈഡർമാൻ സ്പൈഡർമാൻ നെക്ടിക് സ്പൈഡർമാൻ. ഇതാരുടെ ഇത്? ഇവിടെ ഒരു സ്പൈഡർമാൻ വേറൊരു സ്പൈഡർമാൻ ഫോട്ടോ എടുക്കണ്ടാവും. കപ്പ് കേക്ക് എല്ലാം നശിപ്പിച്ച് ഈ അമ്പ് നശിപ്പിച്ച് അമ്പ് മടി 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 മടി. ഇനി തൊപ്പി കൂടെ ഇട്ട് കൊടുക്കണോ? ഇരിക്കൂ. സ്പൈഡർമാൻ സ്പൈഡർമാൻ സൈഡ് വലുണ്ട്. 11 മാസത്തെ ആ ഒരു തകർപ്പും ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇതുകൊണ്ട് 2-3 കൊതുമാർക്കും ഉണ്ട്. സ്പൈഡർമാനെ കൊതു പിടിച്ചു കേട്ടോ കേരളത്തിൽ വന്നിട്ട്. നിനക്ക് വല്ല അമേരിക്കയിൽ ഇരുന്നാ പോരായിരുന്ന പൊന്നുപിള്ളേ?
അല്ല അമേരിക്കയിൽ എന്തിനാ ഈ കേരളത്തിൽ വന്നേ? ബേബി സ്പൈഡർമാൻ. ബേബി സ്പൈഡർമാൻ എന്തുവാ? നമുക്ക് വല ഇട്ടാലോ? നമുക്ക് വല ഇട്ടാലോ? അമ്മയ്ക്ക് ഇനി എന്താ വേണം? അമ്മയുടെ അണ്ണാക്കി വല ഇടാം. സ്പൈഡർ നിന്നെ വളയ്ക്കാൻ വേണ്ടി സ്പൈഡർ മാനത്തെ ഇറക്കും ഞാൻ. അപ്പൊ നമ്മുടെ 14 മാസം ഇവിടെ വൈൻഡപ്പ് ചെയ്യണം സുഹൃത്തുക്കളെ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ സ്പൈഡർമാൻ എങ്ങനെയുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യണം. അപ്പൊ ഇന്നൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി ഇതുപോലുള്ള വെറൈറ്റി ഉള്ളവരെ ബൈ. കാണിക്കുന്നു. കിടന്ന് കാലിട്ടടിക്കുന്ന പ്രായമല്ലേ? ഇടാ മുതുക്ക 1 വയസ്സാ. ഇവിടെ സ്പൈഡർമാൻ ചൊറിയുന്നു. ഇതൊന്നും കൊണ്ട് കഴിയില്ല. എവിടാ ചൊറിയുന്നേ? അതിനില്ലല്ലോ അവിടെ ഒന്നും. ഫ്ലാറ്റ് കൊച്ചിയിലില്ല ഇത്രയും ഫ്ലാറ്റ്.